തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ അവധി അപേക്ഷ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. കാപ്പ കേസിൽ പ്രതിയായ വിയ്യൂർ ജയിലിൽ കഴിയുന്ന ആർ. സുഗതന്റെ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കാൻ വഴിയൊരുക്കിയ ആഭ്യന്തര വകുപ്പിന്റെ കത്താണ് എന്നതാണ് ആരോപണം. കത്തിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ അവധി അപേക്ഷ അംഗീകരിക്കാൻ കഴിഞ്ഞത് ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ ആശ്വാസമായി. തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യത നേരിടേണ്ടി വരുമായിരുന്ന കൗൺസിലർക്ക് അംഗത്വം നിലനിർത്താൻ സംസ്ഥാന സർക്കാർ സഹായം നൽകി എന്നാണ് ആരോപണം. ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് കത്ത് നൽകിയത്. സുഗതന് അവധി അപേക്ഷ നൽകാൻ അർഹതയുണ്ടെന്നും കൗൺസിൽ അത് അംഗീകരിച്ചാൽ അംഗത്വം നിലനിൽക്കും എന്നും ആദ്യം റിപ്പോർട്ട് നൽകിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കത്ത് എന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ വിശദീകരണം. എന്നാൽ കണ്ടത് കോൺഗ്രസ് ബി.ജെ.പി. രാഷ്ട്രീയ നാടകമാണ് എന്ന് CPI ആരോപിക്കുന്നു. പ്രതിക്ക് അനുകൂലമായ കത്ത് വന്നത് അതിൻ്റെ സാഹചര്യം എന്ത് എന്നൊക്കെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കണമെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കോൺഗ്രസ് ബി.ജെ.പി. ഡീലാണ്, അതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ വീഴ്ച മാത്രമാണോ? സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവിൻ്റെ തെളിവാണോ ഇത്? ബി.ജെ.പി. കൗൺസിലറുടെ അംഗത്വം നിലനിർത്താൻ വഴിയൊരുക്കിയ നടപടി UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയോ, അതോ ഉദ്യോഗസ്ഥർ നിയമപരമായി പ്രവർത്തിക്കുക മാത്രമാണോ ചെയ്തത്? ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണോ? നിയമപരമായ നടപടിയെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കുകയാണോ നമ്മളിവിടെ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാപ്പ കേസിൽ പ്രതിയായ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരു കത്ത് വിവാദമായി വന്നു. മേയർ പലവട്ടം ആ കത്തിനെപ്പറ്റി പരാമർശിച്ചു. അദ്ദേഹം ആ കത്ത് ഉയർത്തിക്കാട്ടി. ആഭ്യന്തര വകുപ്പാണ് സുഗതന് ഇത്തരത്തിൽ ഒരു നൽകിയ ഒരു മറുപടി ആണ് ഈ കത്ത്. കോർപ്പറേഷൻ കൗൺസിലിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ അനുവദിക്കണം എന്നാണ് സുഗതൻ ആവശ്യപ്പെട്ടിരുന്നത്. ആ എസ്കോർട്ട് പരോൾ നൽകുന്നതിന് പകരം അത് നിരസിച്ച ആഭ്യന്തര വകുപ്പ് അതിനൊരു മറുപടി നൽകി. ആ മറുപടിയിലാണ് ഇത്തരത്തിൽ ഒരു ഒരു കൗൺസിൽ യോഗത്തിന് 6 മാസം അവധി നൽകാം എന്ന ഒരു കാര്യം അവർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ജയിൽ സൂപ്രണ്ട് മുഖേന അപേക്ഷ നൽകി. ഈ കത്താണ് ഇപ്പോൾ ഏറ്റവും വിവാദമായി വന്നിരിക്കുന്നത്. ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, നമസ്കാരം. നമസ്കാരം. നമുക്ക് വ്യക്തമായി അറിയേണ്ട കാര്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. കാരണം CPM ഭരിച്ചിട്ട് പോലും ഇദ്ദേഹത്തിനെ കൗൺസിലർ സമയത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്യാനോ അയാളെ റിമാൻഡ് ചെയ്യാനോ പിടിക്കാനോ സാധിച്ചിട്ടില്ല. അവസാനം ഭരണം മാറി വന്നപ്പോൾ ഭരണം 50 വർഷക്കാലമായി ഭരണം നഷ്ടപ്പെട്ടു, കോർപ്പറേഷൻ നഷ്ടപ്പെട്ടപ്പോൾ എന്ത് വില കൊടുത്തും CPM-നും കോൺഗ്രസിനും ഇവരെ തരം താഴ്ത്തണം, ഇറക്കണം, ഒരു അഭിഷേക പ്രമേയം കൊണ്ടുവന്ന് ഇവരെ എന്ത് വില കൊടുത്ത് ഇറക്കണം എന്നൊരു നയമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ നല്ല ഒരു കളിയും ഉണ്ടായിരുന്നു. ഇതാണ് എന്റെ അഭിപ്രായം. ഇതാണ് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ല. അതിൽ ഇത് ഞാൻ ചോദിച്ചു, ഈ കത്ത് നൽകിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കത്തടിസ്ഥാനത്തിൽ ഇപ്പൊ ഭരണം ഇരിക്കുമ്പോ നമ്മളിപ്പോ ഡെയിലി വകുപ്പുമായി ചെയ്യുമ്പോ കൊടുക്കാൻ നിയമം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടല്ലോ സാറേ. കൊടുത്തല്ലേ പറ്റൂ. കൊടുത്തില്ല ഞാൻ ഉദ്യോഗസ്ഥനെ പണിഷ്മെന്റ് കിട്ടുമല്ലോ. അപ്പോൾ കൈമർത്തി കാണിക്കും. ഏതും വന്നാലും ഉദ്യോഗസ്ഥന്മാരിലെ പഴിചായിരുന്നത്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഏത് പാർട്ടി ആയിരുന്നാലും. അപ്പോൾ ഈ കത്ത് കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൂടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഉദ്യോഗസ്ഥന്മാർ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര മന്ത്രിക്കും അതിന് പങ്കുണ്ടായിരിക്കും. ശരി. അച്യുതൻ എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ അറിവോട് കൂടിയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ആഭ്യന്തരമന്ത്രിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ശ്രീ അച്യുതൻ. നമസ്കാരം സാറേ. നമസ്കാരം. അതായത് ആഭ്യന്തരമന്ത്രി അറിയാതെ ആഭ്യന്തര വകുപ്പിൽ ഒന്നും നടക്കൂല. കത്ത് കൊടുക്കുക പറഞ്ഞാല് ആഭ്യന്തരമന്ത്രി ഇത് നിയമം ഉണ്ടാവും. നിയമമില്ലാതെ ഇത് കൊടുക്കാനും പറ്റൂല. കൊടുത്തില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും കൊടുങ്ങും. അത് എങ്ങനത്തതാണെന്ന് വെച്ചാല് കോടതി പരിശോധിക്കട്ടെ. അപ്പോൾ അതിനെ പറ്റി ഇതുവരെ കോടതിയിൽ പോയതൊക്കെ BJP ജയിച്ചിരിക്കുകയാണ്. ഇപ്പം ഭരണം പോയതിന്റെ അടിസ്ഥാനത്തിൽ BJPക്കും കോൺഗ്രസിനും, പ്രത്യേകിച്ച് കോൺഗ്രസിന് യാതൊരു തലയും വാലും ഇല്ല. കോൺഗ്രസ് ഇല്ലാതെയാകുള്ളൂ ഇങ്ങനെയാണെങ്കിൽ.
അത് BJP ഭരിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കണ്ണൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, ഒരു ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയാണോ അതോ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നടപടിക്രമമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? നമസ്തേ സാർ. നമസ്കാരം സാറേ, ആദ്യമായിട്ട് പറയാനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇത്തരം ക്രിമിനൽ ഈ ഇലക്ഷൻ നിർത്താൻ പാടില്ല. നമുക്ക് മറ്റു സ്റ്റേറ്റ് പോലെയല്ല നമ്മുടെ കേരളം. നമുക്ക് ഇത്തരം ക്രിമിനൽ വാസന അല്ലെങ്കിൽ കേസിൽ പ്രതിയുള്ള ആൾക്കാരെയൊന്നും ആ ഒരു ജനപ്രതിനിധിയിലേക്ക് തെരഞ്ഞെടുക്കാനായിട്ട് നിർത്താൻ പാടില്ല. ഇത് ഏത് പാർട്ടി ആയാലും കൊള്ളാം. നമ്മുടെ മറ്റ് സ്റ്റേറ്റിനെക്കാട്ടില് നല്ല രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ ഏത് ഇതിലായിട്ടും നമ്മൾ മുൻപന്തിയിലാണ്. അപ്പൊ ഈ ഒരു BJPയുടെ ഈ രീതി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതായത് ഇത്തരം ക്രിമിനലുകൾ ഒത്തിരി ഇപ്പൊ മറ്റ് രാഷ്ട്രീയ പാർട്ടി അന്നേരം കളയുന്നവരെ ഈ BJPയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ പാർട്ടി ഇനിയിപ്പം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെയൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞാലേ അത് സംശുദ്ധമാകുന്നുള്ളൂ. ശ്രീ നാരായണൻ എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. ശ്രീ നാരായണൻ. ഹലോ സാർ. ഹലോ, നമസ്കാരം സാർ. ഇതൊരു ഡീലെന്നൊന്നും പറയാൻ പറ്റില്ല സാർ. ഇതൊരു ഭരണ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. ഇത് കേരള മുനിസിപ്പൽ ആക്ട് 1994 സെക്ഷൻ 91 അനുസരിച്ചാണ്. ഇങ്ങനെ രാഷ്ട്രീയക്കാരെ പറഞ്ഞിട്ട് ഡീൽ ചെയ്യാതെ പറഞ്ഞിട്ട് അതിനൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് പക്ഷെ ഇങ്ങനെ ഒരു കത്ത് നൽകുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് മേയർ ഇതാ പറയുന്നു, ഇതാ നോക്കൂ ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് അവർക്ക് അടിക്കാൻ ഒരു വടി കൊടുത്ത പോലെ ആയോ? അതെല്ലാം പിന്നെ ഉണ്ടാക്കുന്നതായിരുന്നു. അല്ലാതെ ഇതിപ്പോ ജനാധിപത്യത്തിന്റെ ഒരു ശൈലിയായിരിക്കും. അതല്ല അത്ര അപ്രകാരങ്ങൾ പോയില്ലൂ. അല്ലാതെ ഇതിപ്പോ ഡീൽ അതാണ് ഇതാണെന്ന് പറയാൻ പറ്റുമോ? അത് തോന്നില്ല. അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞതേ. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പൊ നിറയെ പേർ എന്നോടൊപ്പം യൂട്യൂബിലും ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഷിജു ചേർന്നിരിക്കുന്നു. നമസ്കാരം എന്ന് പറയുന്നു. ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിലിരുന്ന് നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഓട്ടോക്രസി എൻട്രി ഓഫ് ന്യൂ ലൂയിസ് 14 എന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല ഷിജു. ഇന്നല്ലായിരുന്നുവെങ്കിൽ ശ്രീ ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ടോ? മനു അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പൊതുവേദി കാണാതെ കിടന്നുറങ്ങുമായിരുന്നു, നല്ല തണുപ്പുണ്ട്. അപ്പോൾ എങ്ങനെ പൊതുവേദി പക്ഷെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും ശശിധരൻ പിള്ള ഇതാണ്, ചില സമയത്ത് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും, ചില സമയത്ത് പിന്നെ വിമർശനം കൊണ്ട് മുൾമുനയിൽ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഇന്ന് ഒരു കണക്കിന് ശരിയാണ്. ഒരിടത്ത് ഈ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളും കാരണം ഒരു ജനക്കൂട്ടം ഭീതിയിലാണ്. പക്ഷേ മഴ ചെറിയ തോതിൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ ഇപ്പോൾ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ശ്രീ ശശിധരൻ പിള്ള പറഞ്ഞതുപോലെ പുതച്ചു മൂടി കിടക്കാനും പുറത്തിറങ്ങാതിരിക്കാനും മടി പിടിച്ചിരിക്കാനും ഒക്കെ കട്ടൻ ചായ കുടിക്കാനും ഒക്കെ പറ്റിയൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പൊതുവേദി കാണാതെ കിടന്നുറങ്ങാനായിരുന്നു ശശിധരൻ പിള്ളയുടെ പദ്ധതി. ഏതായാലും ഇന്ന് പൊതുവേദി കാണാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷം. ശ്രീ പ്രേമൻ എന്നോടൊപ്പം ചേരുന്നത് പിണറായിൽ നിന്നാണ്. ശ്രീ പ്രേമൻ, പിണറായിൽ മഴയൊക്കെ കനത്തുണ്ടോ അതോ പ്രേമൻ മദ്രാസിലാണോ? അല്ലല്ലേ, ചെന്നൈയിലല്ല, പിന്നെ പിണറായിലാ ഉള്ളത്. എങ്ങനെയുണ്ട്, മഴയുണ്ടോ അവിടെ? ഇല്ല, ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ മഴയത്ത് കാലത്ത് തൊട്ട് നല്ല മഴയാ. ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞത് നമ്മുടെ ശ്രീ ശശിധരൻ പിള്ള പറയുന്നത് തണുത്ത് ഇരിക്കുകയാണ്, അപ്പോൾ പുതച്ചു മൂടി കിടക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണെന്നാണ്. അങ്ങനെയാണോ അവിടെയും? അതോ നല്ല തണുത്തു മൂടി കിടക്കാനുള്ള കാലാവസ്ഥ തന്നെ. നല്ല മഴയാ, കാലത്ത് തൊട്ട് നല്ല മഴയാണ്. രാത്രി തുടങ്ങിയ മഴയാ, നല്ല മഴ അങ്ങനെ തുടരുകയാണ്. അപ്പൊ വിഷയത്തിലേക്ക് വരാം. ഇത് ആഭ്യന്തര സെക്രട്ടറി അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് അറിയാതെ അങ്ങനെ കത്ത് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവര് ഡീല് കോൺഗ്രസും അത് BJPയും ഡീല് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാ. ആ ഡീൽ ഇന്നും തുടരുന്ന വ്യക്തമല്ലേ. അപ്പൊ പിന്നെ CPMഉം BJPയും ഡീല് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങി ഇപ്പോ അവര് തന്നെ ഡീലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി. സുഗതനെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തിക്കൊടുത്തത് സഹായിച്ചു കൊടുത്തു സംസ്ഥാന സർക്കാർ. തീർച്ചയായും ആഭ്യന്തര വകുപ്പിന് അതിന് പിന്നെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോട് കൂടി തന്നെയല്ലേ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ BJPയും കോൺഗ്രസും ഡീലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ
അഭിപ്രായം. അപ്പോൾ ശ്രീ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പബ്ലിക് ഹാവ് ടു പേ എ ഹെവി ഡെറ്റ് ഫോർ ദിസ് ഇൻ പബ്ലിക് വിൽ ഹാവ് ടു പേ ഹെവി ഡെറ്റ് ഫോർ ദിസ് ഇൻ ഫ്യൂച്ചർ എന്ന് എന്നോട് ഷിജു പറയുന്നു. പിന്നെ നമ്മുടെ പങ്കജാക്ഷൻ നായർ വന്നിട്ടുണ്ട്. പങ്കജാക്ഷൻ നായർ യൂട്യൂബിൽ വരുമ്പോൾ എനിക്ക് നിറയെ ഹൃദയങ്ങളും ചുവന്ന പൂക്കളും ഒക്കെ അയക്കും. അപ്പോൾ അദ്ദേഹം ഇന്നും ചുവന്ന പൂക്കളും ഹൃദയവും ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. സുനിലും എനിക്ക് ചുവന്ന ഹൃദയങ്ങളൊക്കെ അയക്കുന്നയാളാണ്. അദ്ദേഹവും എത്തിയിട്ടുണ്ട്. അപ്പോൾ പലരും മഴയെക്കുറിച്ചൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഇത് ശക്തമായ മഴയാണെന്നൊക്കെ സുനിൽ പറയുന്നു. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പമുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്ന് ഷക്കാത്ത് കിട്ടുന്നവർ അവരുടെ മക്കൾ നല്ല രീതിയിൽ പഠിപ്പിക്കും. സാധാരണക്കാരുടെ മക്കൾ പഠിക്കാതെ അവരുടെ പഠിച്ച് രക്ഷപ്പെട്ടത് അതാണ് PM ശ്രീയെ എതിർക്കുന്നവരുടെ ലക്ഷ്യം എന്ന് കുമാർ എന്നോട് പറയുന്നു. അങ്ങനെ നമ്മൾ എന്താണ് ഈ ഗൾഫ് മേഖലയിൽ ഷക്കാത്ത് എന്നൊക്കെയുള്ള പ്രയോഗം കുമാർ നടത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. PM ശ്രീയെ എതിർക്കുന്നതിനെ നമ്മളിങ്ങനെ ഒന്ന് വളച്ചൊടിക്കണോ എൻ്റെ കുമാർ? എനിക്ക് അത് മനസ്സിലായില്ല. അത് ഒരു രാഷ്ട്രീയ നിലപാടാണല്ലോ. അപ്പോൾ പെർഹാപ്സ് ശിവദാസൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീമതി സൗമ്യ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് ശ്രീമതി സൗമ്യ. ഇവിടുത്തെ മഴയുടെ കാര്യമൊക്കെ അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊപ്പം ഉണ്ട്. കാലവർഷം വളരെ ശക്തമായി. കാരണം സതീശനാണെന്ന് പറയുമോ എന്നാണ്. ഇനിയിപ്പോൾ സതീശൻ രാജിവെക്കണമോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുമോ എന്നൊക്കെ ശശിധരൻ പിള്ള പരിഹസിക്കുന്നുണ്ട്. പ്രമോദ് നാണു എന്നോടൊപ്പം ചേരുന്നു. എനിക്ക് കുറേ കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നു. ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ പരാജയം. അറിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് സുനിൽ പറയുന്നു. സന്തോഷ് പരിപ്പായി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇതെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള കാലം മുതലുള്ള ഡീലാണ്. അതായത് പാർട്ടിയിലെ അണികളെപ്പോലും വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് പാർട്ടി നേതൃത്വത്തിലുള്ളവർ ചെയ്യുന്നത് എന്നാണ് സന്തോഷ് പരിപ്പായുടെ പിന്നെ പരാതി. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീമതി കുമാരി പത്മജ പൊന്നപ്പൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജസ്റ്റ് ജോയിൻ ടു സേ ഹലോ ടു മനു എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ചിലർ എന്നെ കാണുമ്പോൾ ഹായ് എന്ന് പറയുന്നു. ശ്രീമതി കുമാരി പത്മജയെ കാണുമ്പോഴും വളരെ വളരെ സന്തോഷം. സൗമ്യ പറയുന്നത് ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നു ബാംഗ്ലൂരിൽ മഴയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ എനിക്ക് പറയുന്നു. താങ്ക് യു. അപ്പോൾ ഡൊണാൾഡ് ഡക്ക് എനിക്ക് കുറേ കാവ്യ ഹൃദയങ്ങൾ ഒക്കെ അയക്കുന്നുണ്ട്. ഡൊണാൾഡ് ഡക്കിനും നന്ദി. അപ്പോൾ ഞാൻ നമ്മുടെ ഫാദർ സാമുവൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഫാദർ സാമുവൽ കോഴിക്കോടൊക്കെ മഴയാണോ? ഫാദർ സാമുവൽ തണുത്തിരിക്കുകയാണോ? കോഴിക്കോട് മഴയാണോ? നല്ല മഴയാ. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. നല്ല മഴയാ. ഞാൻ ഇന്ന് പുറത്ത് പോയിരുന്നു. മഴയത്തും പുറത്തിറങ്ങി? എനിക്ക് പുറത്ത് കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയി. പക്ഷെ അന്നേരം നല്ല മഴ ഉണ്ടായിട്ടില്ല. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഈ മഴയത്ത് എന്താ കട്ടൻ ചായ ആണോ? എങ്ങനെയാണ് മഴയെ അതിജീവിക്കുന്നത്? ചില ചൂട് മഴയെ അതിജീവിക്കുന്ന വീട്ടില് എല്ലാ പ്രയാസമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ചൂട് സൂപ്പ് കുടിക്കുമ്പോഴോ ഒക്കെ ഒരു പ്രത്യേക സുഖമല്ലേ? ഓ, അതൊക്കെ നല്ല തന്നെയാ. കട്ടൻ ചായ കുടിക്കുന്നൊക്കെ നല്ല തന്നെയാ. ഈ വിഷയത്തിൽ പറയുകയാണെങ്കിലേ മേയർ പറഞ്ഞത് മുനിസിപ്പൽ ആക്ടിന് അതിന് പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആ പ്രൊവിഷൻ വായിച്ച് കേൾപ്പിച്ചിരുന്നല്ലോ. ഒന്നത്. രണ്ടാമത് ഭരണ തുടർച്ചയല്ലേ. അന്ന് LDF-ഉം BJP-യും ബന്ധാണെങ്കിൽ ഇന്ന് UDF-ഉം BJP-യും ബന്ധം. ഇതിപ്പോ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ട് ചിരിക്കാനല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റും. LDF-ഉം BJP-യും ബന്ധം, ഇപ്പൊ UDF-ഉം BJP-യും ബന്ധം. ഇത് വലിയ പ്രയാസം ഞാൻ കാണുന്നില്ല. നല്ലതായിട്ട് അങ്ങനെ പോട്ടെ. കേന്ദ്രമായിട്ട് തുടക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞത്. കേന്ദ്രമായി നല്ല ബന്ധമായിരിക്കും എന്നും പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ലതല്ലേ അത്? ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നത് ബാംഗ്ലൂരിൽ ചെറുതായൊക്കെ മഴ പാറ്റലടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പാറ്റൽ മഴ മാത്രമേ ഉള്ളൂ എന്നാണ്. ശ്രീ മുരളി എന്നോടൊപ്പം ഹായ് മനു എന്ന് പറയുന്നുണ്ട്. മഴയുണ്ടെന്ന് തോന്നുന്നു, മഴ എന്നൊക്കെ എനിക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ ശ്രീ മണി കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ മണിയുടെ ടെലിഫോണിന് എന്തോ സംഭവിച്ചു. ഓക്കെ. അപ്പോൾ രാജൻ എന്നോടൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജൻ, തൃശ്ശൂരിൽ ആദ്യം പിന്നെ വലിയ മഴ ഉണ്ടായിരുന്നില്ല, പിന്നീട് റെഡ് അലേർട്ടൊക്കെ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അല്ലേ? അതെ സാർ, നമസ്കാരം. നമസ്കാരം. എന്താണ് അവിടെ മഴ കനക്കുകയാണോ? തൃശ്ശൂര് മഴ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാലവർഷം തുടങ്ങുമ്പോ ഈ പറയുന്ന പോലെ പണ്ട് സതീശൻ പറഞ്ഞ പോലെ 1-ാം തീയതി പെയ്യുന്ന മഴ ഇപ്പൊ ഈ പറയുന്ന പോലെ ഓഗസ്റ്റ് 1-ാം തീയതി ആയി. കഴിഞ്ഞ മാസം 1-ാം തീയതി ജൂൺ 1 ശരിക്കും പെയ്ത് എന്ന് പറയേണ്ടി വരും.
അപ്പോൾ പക്ഷേ തിരക്കില്ല. അങ്ങയുടെ വീടിൻ്റെ പരിസരത്തൊക്കെ എങ്ങനെയാണ് സാഹചര്യം? അവിടെ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ടോ അതോ? ഇല്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. കുഴപ്പമില്ല. അത്ര നമ്മുടെ പരിസരങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. എത്ര മഴ പെയ്താലും ഇതുവരെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴുകി പോകാൻ അങ്ങനെ വരാതിരിക്കട്ടെ. ഇപ്പൊ ഇന്ന് തന്നെ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കേട്ടു. വളരെ ദുഃഖിതരാണ്. അതെ, 6 ജീവൻ പോയി എന്നൊക്കെ പറയുമ്പോ വേദനാജനകമാണ്. വലിയ സംഘമാണ്. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമല്ലേ? ഇതിനെ മേയർ എടുത്ത് ഒരു സർക്കാരിനൊരു പണി കൊടുക്കാൻ വേണ്ടി വെച്ചതാണോ അതോ സർക്കാർ ഇവരെ സഹായിച്ചതാണോ? എന്താണ് ശ്രീ രാജന് തോന്നുന്നത്? ഇതില് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഡീലിന്റെ ഭാഗമായിട്ട് ചെന്നിത്തല അറിയാതെ സതീശൻ അതിന്റെ ഡീലിങ്സ് നടത്തി എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മളിപ്പോ ഞാൻ ഏതാ രാഷ്ട്രീയം എന്നുള്ളത് സാറിന് അറിയാലോ. പക്ഷെ എങ്കിലും നമ്മൾ അങ്ങനെ പറയുന്നില്ല. കാരണം ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോ അദ്ദേഹം എന്തിനാണ് ആ പോസ്റ്റ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ അതിന് ഭംഗി ശുദ്ധീകരണം തേടി അതിനടി ഉടനടി നടപടി എടുക്കണ്ടേ? അപ്പൊ ഇതൊക്കെ ഒരു ഡീലിന്റെ ഭാഗമാണെന്നേ. ഇപ്പോ 50 ആള് ഉണ്ടായിരുന്ന എത്ര ആൾ 51 ആളിലാണ് ഇപ്പൊ ആ ഒരു പറഞ്ഞ എഗ്രിമെന്റ് ഒപ്പുവെച്ച് അവന് 6 മാസം. ഒരാള് കോൺഗ്രസ് വിമതനായി ജയിച്ച ആളാണ്, സ്വതന്ത്രനാണ്. അയാളിപ്പോ ഭരിക്കുന്നവരുടെ കൂടെ ചേർന്നു. അതിന് തെറ്റൊന്നുമില്ലല്ലോ സുധീഷ്. അല്ല, തെറ്റില്ലല്ലോ. അതല്ലല്ലോ ഇതുവരെ പറഞ്ഞ ഡീല്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ പറഞ്ഞ ഡീല് മുന്നോട്ടുള്ള ഈ പറയുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതും CPM-ഉം BJP-യും ഡീല് എന്നല്ലായിരുന്നു. ഇപ്പൊ സതീശൻ എന്താ പറയുന്നത്? ഇപ്പൊ നമ്മുടെ PMC പദ്ധതി എന്താണ് നിലപാട്? സതീശൻ പറഞ്ഞ എന്താണ്? പൈസ ഒപ്പിട്ട് പൈസ മേടിച്ചു. അപ്പൊ ഈ വക ഉടായ്പ പണിയാണ് സതീശന്റെ കയ്യിലുള്ളത്. ഞാൻ പറഞ്ഞത് ഈ അദ്ദേഹം ഭരിക്കട്ടെ നല്ല പോലെ. ഇയാള് ജനങ്ങൾക്ക് ഇങ്ങനെ ഭരിക്കാമെന്ന് കാണിച്ചു കൊടുക്കാൻ ചങ്കൂറ്റും നിലപാടുള്ള ഒരു വ്യക്തിയാവണം. ഈ പറയുന്ന നുണ മാത്രം പറയരുത്. നുണ പറഞ്ഞിപ്പോ ജനങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ആരോട് എന്തു പറയും? മാധ്യമങ്ങൾ പ്രത്യക്ഷത്തിൽ വരുന്നുണ്ടോ ഈ വിഷയങ്ങൾ എടുത്ത് കാണിക്കാനോ? അല്ലെങ്കിൽ സതീശൻ പറഞ്ഞ വാക്കുകൾ നിറവേറ്റാതെ ഒരു കാര്യവും നടത്താതെ മാധ്യമങ്ങൾ എന്താണ് പ്രത്യക്ഷത്തിൽ വരാത്തത്? ഇതിന് മുന്നേ ഭരിക്കുന്ന CPM-നെതിരെ എന്തായിരുന്നു അലങ്കോലം? അല്ല, ഞാൻ കുറ്റം പറയല്ല, എന്നാലും പറയുമ്പോ കാര്യങ്ങൾ പറയണ്ടേ. അപ്പൊ ഇതൊക്കെ BJP കോൺഗ്രസ് ഡീല് സതീശൻ അവരെ കാല് പിടിച്ചു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ 5 കൊല്ലം ഭരിക്കാനുള്ള മാർഗം നിങ്ങൾ ചെയ്തു തന്നാൽ അടുത്ത 30 സീറ്റ്. അത് സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്? വരുന്ന 30 സീറ്റ് ഞങ്ങൾ ഭരിക്കുന്നു. എന്തിനു 30 സീറ്റ്? 3 സീറ്റ് ഇപ്പൊ അവര് ഭരിക്കല്ലേ. അപ്പൊ ഇതിനെ പറ്റി ഇത്രേ പറയുള്ളൂ. നാണോ മാനോ ഇല്ലാത്തവൻ പറഞ്ഞ പോലെ എന്താ ഒരു വാക്ക് പറഞ്ഞല്ലോ. വ്യക്തമാണ്. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഭയങ്കര മഴയാണ് കേട്ടോ. പരിപ്പായിലൊക്കെ ഭയങ്കര മഴയാണ്. അവിടെ നമ്മുടെ സന്തോഷം എന്നോട് പറയുന്ന അവിടെയൊക്കെ അതിതീവ്ര മഴയാണ്. രാവിലെ തുടങ്ങിയതാണ്, അപ്പോൾ ഇതുവരെ തോർന്നിട്ടില്ല എന്ന് പറയുന്നു. ശ്രീ ശിവദാസൻ നായർ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ശിവദാസൻ നായരുടെ നാട്ടിൽ നല്ല മഴയാണ്, ശക്തമായ മഴ. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെക്കുറിച്ച് സഹതാപം അല്ലാതെ എന്തു പറയാൻ എന്ന് പറയുന്നു. ശ്രീ ജോസ് എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീ രാജൻ തൃശ്ശൂർ എന്താ പാർട്ടി നോക്കി രാജൻ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം CPM-കാരനാണ്. ഏതാ പാർട്ടി എന്ന് എന്നോട് ഒരാൾ ചോദിക്കുക. ശ്രീമതി സതി ബാബുരാജ് എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം മനു. സെയിം ടൈപ്പ് ഓഫ് കോട്ട് ആൻഡ് ഷർട്ട്. സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരേ കളർ കോട്ടും ഷർട്ടും. ചെറുതായി ഒന്ന് ആശങ്കപ്പെട്ടു. എന്നോട് സതി ബാബുരാജാണ് പറയുന്നത് ഈ കോട്ടും ഷർട്ടും ഒരേ കളർ സാധാരണഗതിയിൽ അത് കോൺട്രാസ്റ്റ് കളർ ആകുന്നതാണ് ഭംഗി എന്നാണ്. പക്ഷേ ഞാനിന്നിപ്പോൾ കിട്ടിയൊരു കോട്ട് എടുത്ത് ഇട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ സതി ബാബുരാജിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ശ്രീമതി സതി ബാബുരാജിനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഒന്ന്, അവർ ഒട്ടനവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മാത്രമല്ല എപ്പോഴും ഒരു പോസിറ്റീവായി നിൽക്കുന്നു. രാമായണ ഇന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം അമ്പാടി ബാലസദനൻ. ഓക്കെ, രാമായണ വായന അമ്പാടി ബാലസദനിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. സന്തോഷം. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീമതി സതി ബാബുരാജിനും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം അമ്പാടി ബാലസദനിലെ കുട്ടികൾക്കൊക്കെ പൊതുവേദിയുടെ ആശംസകൾ. ഏത് ഭരണത്തിലും ഡീലുണ്ടാവും. ചില ഭരണത്തിൽ അത് നന്നായിരിക്കും, ചില ഭരണത്തിൽ അത് സ്വന്തം കാര്യത്തിനാകും എന്ന് എന്നോട് ശ്രീ മുരളി പറയുന്നു. അപ്പോൾ ബാലകൃഷ്ണൻ വടകര വന്നിട്ടുണ്ട്. ഡീലുണ്ടോ ബാലകൃഷ്ണൻ വടകര? അങ്ങേക്ക് എന്തു തോന്നുന്നു? ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. അവിടെ വടകരയിലൊക്കെ എങ്ങനെയുണ്ട്? മഴ എങ്ങനെയുണ്ട്? അതിശക്തമായ മഴയാണ്. പുറത്തിറങ്ങിയോ? സോറി, പുറത്തിറങ്ങി കുറഞ്ഞ സമയം അടുത്ത കടയിൽ, അല്ലാതെ എവിടെയും പോകാൻ പറ്റില്ല. മൊത്തത്തിൽ വെള്ളക്കെട്ടാണ് വടകരയിൽ. അങ്ങനെ വടകരയിൽ ഒരു ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് വരും. ഇപ്പോൾ എങ്ങനെയുണ്ടോ?
അതൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഇപ്പൊ ഈ ഇത് ഉണ്ടല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം മറ്റേ റോഡ് പണി നടക്കുന്ന സർവീസ് റോഡിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. പക്ഷെ മഴ വരുമ്പോൾ അത് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കാറുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. മഴ വരുമ്പോ പ്രയാസം തന്നെയാണ്. ഇനിയിപ്പോ റോഡ് റെഡി ആയാലാണ് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അതെ, ശരി. അപ്പൊ ഞാൻ ചോദിച്ചതേ, നമ്മള് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ട് വെറുതെ ഒരു പ്രഹസനാക്കണമെന്ന് എന്റെ അഭിപ്രായം. കാരണം എന്തുകൊണ്ടാണ് വെച്ചാല് ഈ CPM-കാർക്ക് കോൺഗ്രസും BJP-യും ഡീലാണെന്നൊരു വ്യക്തത അവർക്ക് ഉണ്ടെങ്കിൽ CPI പക്ഷെ ആരോപണം ഉന്നയിച്ചത് സോറി CPI ആണ്. ബിനോയ് വിശ്വമാണ് പറഞ്ഞത് കൂടുതൽ ശക്തമായിട്ട്. CPI ആണെങ്കിൽ പിന്നെ ബഹുവില കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് എന്തും പറയാം. ഇപ്പൊ PM ശ്രീയെ പറ്റി അവരെന്താ പറയുന്നത്? അപ്പൊ ഇവർക്ക് PM ശ്രീ എന്ന് പറഞ്ഞ സംഭവം എന്താ? ഇവർ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരു ന്യൂനപക്ഷത്തിന്റെ വോട്ട് മേടിക്കാനുള്ള മത്സരത്തിൽ ആരാണ് വമ്പൻ തെളിയിക്കാനാ? അല്ലാതെ PM ശ്രീയിൽ ഒരു കുഴപ്പമില്ല അവരെന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ? PMC പറ്റില്ലെന്നല്ലേ CPI? അങ്ങനെയല്ല, PMC ശരിയല്ലെന്നല്ലേ CPI എന്ന് പറഞ്ഞത്? അല്ല, CPI പറഞ്ഞതിനാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അന്ന് ശരിയല്ലെന്നല്ലേ അന്നും അവർ ഭരിക്കുമ്പോഴും ശരിയല്ല എന്നാണ് പറഞ്ഞത്, ഇപ്പോഴും ശരിയല്ലെന്ന് തന്നെ. അല്ല, അങ്ങനെ ഒരു നിലപാട് അവരുണ്ടെങ്കിൽ അവര് ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് 4 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ അവരെ സിലബസ് അല്ല, അത് കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പൊ അവരിവിടെ CPM-നെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവർ CPM-നോട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് എതിർത്തിട്ട് തന്നെയല്ലേ നിന്നത്? അത് റൈറ്റ് സാർ. ഞാൻ പറയുന്നത് PM ശ്രീയിൽ എതിർപ്പില്ലാത്തത് കോൺഗ്രസിന് എന്താണെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു. കർണാടകത്തിൽ ഞങ്ങളല്ല PMC കൊണ്ടുവന്നത്, BJP ആണ്. പക്ഷെ ഞങ്ങൾ വന്നതിന് ശേഷം അതിന് പറ്റാത്തത് എടുത്തു മാറ്റിയത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിന് അതിന് കേന്ദ്രത്തിന് എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ PM ശ്രീയിൽ ഒരു പ്രത്യേക അജണ്ടയൊന്നും RSS അജണ്ടയൊന്നും കേന്ദ്ര ഗവൺമെന്റ് വെക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് എന്തിനാണ് ഇതിനെ എതിർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ന്യൂനപക്ഷ താല്പര്യം കേരളത്തിൽ ഇവരാരാണ്, ഇടതാണ് വലതാണ്, ആ ഒരു മത്സരം ഇവിടെ പൊതുവെ തെരഞ്ഞെടുപ്പ് സമയത്തും എല്ലാ സമയത്തും ഉണ്ട്. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പോവാത്തത് CPM-കാർക്ക് വലിയ പ്രയാസമുണ്ടാവുമെന്ന് നമുക്കറിയാം. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താ, അവിടുത്തെ മേയർ എന്താ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ ആഭ്യന്തരമന്ത്രി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയട്ടെ. പക്ഷെ കോൺഗ്രസും BJP-യും ധാരണയാണെന്ന് വ്യക്തതയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉടൻ ഈ പൊതു മിനിമം പരിപാടിക്ക് മാറണം. കോൺഗ്രസിന് BJP സപ്പോർട്ട് ചെയ്യാൻ. കാരണം അവർ ഒന്നിച്ച് ഭരിക്കട്ടെ രാജ്യം. ഇടതുപക്ഷോ? ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഷിജു ചോദിക്കുന്നത്, ഹോപ്പ് യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ലൂയി 14 ഡ്യൂറിങ് യുവർ സ്കൂൾ കോളേജ് ഡേയ്സ്. ദാറ്റ്സ് വാട്ട് ഐ മെൻഷൻഡ് എന്നാണ്. പക്ഷേ അത് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. ശ്രീ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത്, അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്ക് വീണ വായന, പിന്നെ ഹെലികോപ്റ്റർ യാത്രയും എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. സർക്കാരിനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശശിധരൻ പിള്ള ചോദിക്കുന്നു, രാജൻ തൃശ്ശൂർ എന്താണ് പറയുന്നത്, BJP-ക്ക് കിട്ടിയ 3 സീറ്റ് ഇടതുപക്ഷത്തിന് കയ്യിലിരുന്ന സീറ്റ് അല്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ മുനിസിപ്പൽ ആക്ടിൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് ചെയ്തത് ശരിയല്ലേ, എന്തിന് നമ്മൾ എല്ലാറ്റിനും രാഷ്ട്രീയം കാണുന്നു എന്ന് എന്നോട് നന്ദകുമാർ PA ചോദിക്കുന്നു. അതും ശരിയാണ്. മനു, നിങ്ങൾ രണ്ടുപേരും ഒരു കുത്തുത്തിരിപ്പ് ചാനലിൽ എങ്ങനെ വന്നു പെട്ടെന്ന്? അപ്പം ജോസ ചോദിക്കുന്നത്, രണ്ടുപേരെന്ന് ഉദ്ദേശിച്ചത് ആരാ, എനിക്ക് കിരണിനെയാണോ എന്നറിയില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ചാനലിൽ വന്ന് പെട്ടു എന്നാണ്. ഏതായാലും ഞാനതിനൊരു തമാശയായി കാണുന്നത് കേട്ടോ. ഏതായാലും ബേർഡ്സ് ഓഫ് സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ എന്നൊരു ചൊല്ലുണ്ട്. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കും, അതുകൊണ്ടായിരിക്കും. ഏതായാലും അപ്പം ഞാൻ കുത്തിത്തിരിപ്പാന്നാണ് പറയുന്നത്. കൊള്ളാം. അപ്പോൾ കള്ളപ്പരാതികൾ സ്വീകരിച്ച് ഇടത് പോലീസ് സുഗതനെ കാപ്പ കേസിൽ പെടുത്തിയതാണ് എന്ന് എന്നോട് കുമാർ പറയുന്നു. BJP ഭരണത്തിൽ നിന്ന് സുനിലാണ് കേട്ടോ, ഞാനത് ജമ്പ് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. ജോസ് എന്നോട് പറയുന്നു, ഹൂ ഈസ് ദി അതർ അലോങ് വിത്ത് മനു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ഓപ്പറേഷൻ വിറ്റ് തിന്നുകയായിരുന്നു ഇടത് ഭരണകാലത്ത്, ഇപ്പോൾ അവർക്ക് പണനഷ്ടം മാനനഷ്ടം എന്ന്. കോർപ്പറേഷൻ വിറ്റ് തിന്നുകയായിരുന്നു ഇടത് ഭരണകാലത്ത്, ഇപ്പോൾ അവർക്ക് പണനഷ്ടം മാനനഷ്ടം എന്നൊരു പ്രേക്ഷകൻ എനിക്ക് എഴുതുന്നു. കള്ളപ്പരാതികൾ സ്വീകരിച്ച് ഇടത് പോലീസ് സുഗതനെ കാപ്പ കേസിൽപ്പെടുത്തിയെന്നാണ് കുമാറിൻ്റെ ആക്ഷേപം. BJP ഭരണത്തിൽ നിന്ന് മാറ്റാനുള്ള ഇടത് വലത് രണ്ടായി മത്സരിച്ചത് എന്തിനാണ്, തോറ്റപ്പോൾ അവർക്ക് ഇന്ത്യ മുന്നണിയായി സെപ്പറേറ്റ് വോട്ട് ചെയ്ത ജനം വിഡ്ഢികളായി എന്ന് എന്നോട് സുനിൽ പറയുന്നു. അപ്പോൾ ശാന്തകുമാരി എന്നോട് പറയുന്നു, വൃത്തിയായി വസ്ത്രം ധാരണം ചെയ്യുന്നവരെ കണ്ടാൽ സന്തോഷം തോന്നാറുണ്ട്. ഇന്ന് മനുവിൻ്റെ വസ്ത്രധാരണത്തിൽ
ഷർട്ട് ലൈറ്റ് കളറിനായിരുന്നെങ്കിൽ മനോഹരമാകുമായിരുന്നു എന്ന് എന്നോട് ശ്രീമതി ശാന്തകുമാരി പറയുന്നു. അവരൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഈ ഷർട്ടിൻ്റെ കളറ് കുറച്ച് ലൈറ്റ് ആക്കണം എന്നാണ് അവരുടെ അഭിപ്രായം. നോക്കാം, നമുക്ക് അടുത്ത തവണ അങ്ങനെ ശരിയാക്കാം. കാപ്പ പ്രതിക്ക് ജയിലിൽ സത്യപ്രതിജ്ഞ, അന്തർധാര ശക്തം എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ജനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം എത്തിക്കുന്നതാണ് നല്ലത്. ഭരണത്തിൻ്റെ അടയാളം. കേന്ദ്രവുമായി എപ്പോഴും ഏറ്റുമുട്ടുന്നത് വലിയ നേട്ടമായി ആഘോഷിക്കേണ്ടതില്ല എന്ന് ഡൊണാൾഡ് ഡക്കും എന്നോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ചെറിയ ഇടവേള. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക യെസ്, അപ്പോൾ എന്നോടൊപ്പം പ്രേക്ഷകർ യൂട്യൂബിലും ചേരുന്നു. അപ്പോൾ ടെലിഫോണിലും ശ്രീ KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ KG കുമാർ, പുറത്തേക്ക് വലിയ ഒച്ചപ്പാടും ബഹളവും, അകത്ത് നിങ്ങൾ ഒരു കൈയാണെന്നാണ് CPM-കാരുടെ ആരോപണം. കോൺഗ്രസും നിങ്ങളും. എന്തായാലും ഈ സുഗതന് ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം അവധി കൊടുക്കാനുള്ള ഇത് മുനിസിപ്പൽ ആക്ടിൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ആഭ്യന്തര വകുപ്പിൽ ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും പിന്നെ കണ്ടുപിടിച്ചാളെ സമ്മതിക്കണം കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഇത് സെക്ഷൻ 91-ൽ K-യിൽ ഒരു അറ്റത്ത് കൊടുക്കുകയാണ്. provided further that municipality in no case shall give permission to a councillor from not attending the meeting of council for a period continuing exceeding 6 months എന്നുള്ള അങ്ങനെ ഒരു വളരെ എന്താ പറയുക, അങ്ങനെ വളരെ സ്പെസിഫിക് അല്ല അത്. ഇത് നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. മുനിസിപ്പൽ കൗൺസിലിന് അവധി കൊടുക്കുക 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്ന്. 6 മാസം വരെ കൊടുക്കാമെന്ന് പോലും അല്ല പറഞ്ഞു കേട്ടോ. 6 മാസത്തിൽ മുനിസിപ്പൽ കൗൺസിൽ അങ്ങനെ ആർക്കെങ്കിലും അവധി കൊടുക്കുകയാണെങ്കിൽ 6 മാസത്തിൽ കൂടാൻ പാടില്ലെന്ന് പറയുന്ന പ്രയോഗത്തെ കറക്റ്റായി സ്പോട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇത് നല്ലോണം പഠിച്ച് ആരോ പറഞ്ഞു കൊടുത്താണ് അല്ലേ? അതെ അല്ലെങ്കിൽ ഈ പിന്നെ അത്ര ഈ ചെറിയ ഇതുള്ള ആൾക്കാരെ കാണത്തില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ല ഇതിനു വേണ്ടി നിയോഗിക്കത്തുള്ളൂ. കാര്യം അത് ഇതിപ്പോ നിങ്ങൾ നിയോഗിച്ചൊന്നുമല്ലല്ലോ, അവര് പറഞ്ഞു തന്നെയല്ലേ. നിങ്ങള് ഒരു പെരോൾ ചോദിച്ചു, എക്സ്കോർട്ടിങ് പെരോൾ ചോദിച്ചു. അപ്പൊ അത് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവര് പറഞ്ഞു തന്നു. അപ്പൊ അത് നിങ്ങളെ ഫലത്തിൽ സഹായിച്ചു. നിങ്ങൾ ആ സഹായത്തെ കേൾക്കുന്നോ? നിങ്ങൾ ആ സഹായത്തിന് അവർക്കിട്ടൊരു പണിയും കൊടുത്താ അതാ ഞങ്ങൾക്ക് ഇങ്ങനെ സർക്കുലർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് പൊക്കി കാണിക്കുകയും ചെയ്തു. അല്ല ഈ പിന്നെ ഈ ശബരിനാഥും കൂട്ടരും ഇങ്ങനെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ഉടനെ അത് പിന്നെ ഞങ്ങളല്ല, ഇത് നിയമപരമായിട്ട് എല്ലാ രീതിയിലും അനുവദനീയമായിട്ടുള്ളതാണെന്ന് ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രാജേഷ് അത് കാണിച്ചത്. അതാണ് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലത് തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ 45 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചതല്ലേ, ഇനി ഒരു 5 കൊല്ലം BJP ഭരിക്കട്ടെ. കാര്യം ഈ സാങ്കേതികത്വത്തിൽ പിടിച്ച് തൂങ്ങാതെ ഒരു മാറ്റം വരട്ടെ. കാര്യം തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഒരു നല്ലത് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവട്ടെ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ ഇപ്പോൾ പൊതുവേദിയിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ ശ്രീ ദാസൻ. ഇത് എന്ത് പറ്റി, എവിടെ പോയിരുന്നു? ഹലോ, എന്താണ് ദീർഘകാലം
പിന്നെ അവധിയെടുത്ത് പോയതിന്റെ കാര്യം ഒന്നുമില്ല മനു. എനിക്ക് മനുവോട് അങ്ങനത്തെ വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമുള്ള മാധ്യമപ്രവർത്തന മനു. എനിക്ക് വളരെ, ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല, എന്റെ സഹോദര തുല്യനാണ്. നമുക്ക് ഒരു നമ്മളെ വിഷയങ്ങള് വസ്തുതാപരമായിട്ട് അവിടെ ശ്രീകണ്ഠ അങ്ങയുടെ നാട്ടിൽ നിന്ന് വേറൊരു നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, ഈ ദാസൻ കണ്ണൂരിനെ കാണാറുണ്ടോ, അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് വേറെ പറഞ്ഞു. അതെയോ? ഞാൻ എന്റെ ഈ പരിപാടി ഈ സ്ഥലത്തിണ്ടായിരുന്നു. എന്നോട് വേറെ ഒരു 3 ദിവസം മുന്നേ അല്ലേ? അതെ. ഇല്ല മനു, എനിക്ക് മനുവോട് വളരെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നത്, കാണാൻ പറ്റിയ ആഗ്രഹമുള്ള ആളാണ് മനു. അപ്പൊ അവിടെ എങ്ങനെ മഴയൊക്കെ എങ്ങനെയുണ്ട് ശ്രീദാസൻ? ഭയങ്കര മഴ മനു. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്നും ഇടതടവില്ലാതെ പെയ്തോണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട മഴയാണ് ഇപ്പം കാണുന്നത്. വളരെ ഗുരുതരമായ ഒരു, പക്ഷെ ഇവിടെ വെള്ളത്തിനങ്ങനെ മഴയുടെ വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല നിരപ്പ സ്ഥലമാണെങ്കിലും ഇവിടെ പുഴയുടെ അങ്ങനത്തെ വിഷമൊന്നുമില്ല. ഉരുൾപൊട്ടലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ താമസിക്കുന്ന ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയാണ്. ശ്രീകണ്ഠ ടൗണിൽ 6 കിലോമീറ്റർ മാറി ചെമ്പംതൊട്ടി എന്ന് പറയും. അപ്പൊ ഞാനവിടെ 2018 ഈ വെള്ളം പ്രശ്നമൊക്കെ വന്ന സമയത്ത് അവിടേക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഉയർന്ന പ്രദേശമാണല്ലോ ശ്രീകണ്ഠപുരം. അപ്പൊ അവിടെയൊക്കെ ടൗണോട് ചേർന്ന് പുഴ ഒഴുകുമല്ലേ? ടൗണോട് ചേർന്ന് തന്നെ പുഴ ഒഴുകുക. അത് ഭയങ്കരമായ പുഴയാണ്. പക്ഷെ ഞാൻ താമസിക്കുന്ന ഒരു 6 കിലോമീറ്റർ മാറിയാണ്. ഞാൻ ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ റൂട്ടാ. ശരി. അപ്പൊ ശ്രീ ജോൺ ബ്രിട്ടാസിനെയൊക്കെ കാണാറുണ്ടോ ഇടയ്ക്ക്? ബ്രിട്ടാസിന്റെ ഒക്കെ ഞാൻ ബ്രിട്ടാസിന്റെ പിന്നെ അനിയന്റെ ഭാര്യയ്ക്ക് ഇത്തവണ വോട്ട് ചെയ്ത ആളാ. 2 വർഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്റെ വോട്ട് അവരെ മണ്ഡലത്തിലായിരുന്നു. അതിനടുത്താണ്. അതുകൊണ്ട് മനു ഇപ്പൊ വിളിച്ചു തന്നെ എനിക്ക് മനുവിന് എന്തെങ്കിലും ഒരു പരിഭവം ഉണ്ടെങ്കിൽ ഒരിക്കലും പാടില്ല. ഞാനിത് നിഷ്കളങ്കനായ മനുഷ്യനാ. പറയേണ്ട കാര്യങ്ങൾ പറ്റി തുറന്നു. അത് മാത്രമല്ല, നമുക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ പ്രയാസ പറഞ്ഞില്ലെങ്കിൽ. പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി നോർമലായി. അതുകൊണ്ട് പിന്നെ ഈ ഒരു വിഷയം നമ്മള് പ്രേക്ഷകരെ മടുത്തിക്കണ്ട. മനുവിന് നല്ല വരട്ടെ എപ്പോ ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ കാലത്ത് പോലും ആ വാക്ക് പറ്റി പിന്മാറും. കാര്യം ഇത് 2 കൂട്ടരും കണക്കാ. എങ്ങനെ ഇത് ഒരു മുസ്ലിം പ്രീണനം. ഈ കോൺഗ്രസ് ആയാലും CPM ആയാലും 2 കൂട്ടരും BJP ആയിട്ട് ബന്ധമുണ്ട്. ഓരോരുത്തർ കാര്യത്തിലും ഓരോരുത്തർ ബന്ധപ്പെടുന്നു. പിന്നെ പുറത്ത് പറയുമ്പോ അയ്യോ ഞാൻ ഇപ്പൊ CPM ആയിട്ട് എല്ലാ തരത്തിലും ബന്ധപ്പെട്ട ആൾക്ക് ഇപ്പൊ അജിത് കുമാറിന്റെ കെയർ ഓഫില് ഏതൊക്കെ നേതാക്കന്മാരെ കണ്ടു? പ്രകാശ് ജാവ്ദേക്കർ EP ചേരാൻ പോയി കണ്ടില്ലേ? ഞാൻ ചായ ഒരു കമ്പനി കയറിയെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ രമേശ് ചെന്നിത്തല നമ്മുടെ ആഭ്യന്തരമന്ത്രി എല്ലാം തികഞ്ഞൊരു രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് നമ്മള് ഒരു വെറുപ്പ് സമ്പാദിക്കുന്നില്ല. മനോ നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ദീർഘകാലത്തിന് ശേഷം വീണ്ടും കണ്ടു. അപ്പൊ മറ്റേ സുഹൃത്തുണ്ടല്ലോ, ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞ സുഹൃത്ത്, ആ സുഹൃത്തിനോടും എന്റെ ആശംസകൾ അറിയിക്കണം. നാരായണ എനിക്കറിയില്ല, പുള്ളി വിളിക്കുന്ന കേൾക്കരുത്. ശരി. ഓക്കെ. അപ്പൊ പിന്നെ ബിനോയ് എന്നോടൊപ്പം ഉണ്ട് കൊല്ലത്ത് നിന്ന്. ബിനോയ്, നിങ്ങൾ ഒരു സ്ഥലത്ത് സുഗതനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ബേളം വയ്ക്കുക, മറുവശത്ത് കൂടി പറഞ്ഞു കൊടുക്കുക ഇത് കുഴപ്പമില്ല, ഇത് നിങ്ങളൊരു 6 മാസത്തെ അവധി വോട്ടിനിട്ട് പാസ്സാക്കിയാൽ മതി, അതിന് നിങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞു കൊടുത്തൊരു സർക്കുലർ എഴുതി കൈ കൊടുക്കുകയാണ്. ഇത് ഞങ്ങൾക്കറിയാതെ സംഭവിച്ചതാണ് എന്ന് ഈ സർക്കാർ പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുമോ? മനോ, നമസ്കാരം. നമസ്കാരം. ഇത് ചെറിയ കാര്യമോ പിള്ളേര് കളിയോ ഒന്നുമല്ല. ഈ നാട്ടിലൊരു നിയമമുണ്ട്. ഈ നിയമവ്യവസ്ഥയിൽ നമ്മളെല്ലാവരും ഈ നിയമം അംഗീകരിക്കുന്ന ആളുകളാ. ഇത് ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഒന്നും പറ്റില്ല. ഈ നാട്ടിലെ നിയമം ഇങ്ങനെയാണ്. അല്ല, പക്ഷെ ആ നിയമം ഇങ്ങനെ ആണെങ്കിൽ കൂടി സുഗതനെ പുറത്താക്കാൻ വേണ്ടി നിങ്ങളുടെ തന്നെ ആളുകൾ ഒരു വശത്ത് നിൽക്കുക. അപ്പൊ നിങ്ങൾ തന്നെ അതിനുള്ള കുറുക്ക് വഴി പറഞ്ഞു കൊടുക്കണമായിരുന്നോ ഞാൻ ചോദിക്കുന്നു. നിയമം അവിടെ നിൽക്കട്ടെ. അല്ല മനത് കുറുക്ക് വഴിയല്ലല്ലോ. ഈ നാട്ടിലെ നിയമാവലി അതല്ലേ. അത് കുറുക്ക് വഴി ഞങ്ങള് പറഞ്ഞു കൊടുക്കുന്നതല്ല. ഈ നാട്ടില് ഓരോ പൗരനും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോരുത്തർക്കും ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് ഞാനും മനുവും എല്ലാം അതീതരാണ്. പക്ഷെ ഇത് അങ്ങനെ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് പറയുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നെന്ന് പറഞ്ഞാൽ ദി കൗൺസിലർ ആബ്സെന്റഡ് ഹിംസെൽഫ് ഷാൽ ബി കൗണ്ടഡ് അഗെയിൻസ്റ്റ് ഹിം അണ്ടർ ക്ലോസ് ഈഫ് എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുകയാണ് provided എന്ന് പറഞ്ഞിട്ട് ഫർദർ ദാറ്റ് ദ മുനിസിപ്പാലിറ്റി ഇൻ നോ കേസ് ഷാൽ ഗീവ് പെർമിഷൻ ടു എ കൗൺസിലർ ഫ്രം നോട്ട് അറ്റൻഡിങ് ദ മീറ്റിംഗ് ഓഫ് ദ കൗൺസിൽ ഇൻ ദ സ്റ്റേറ്റ് ഓർ ദി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോർ എ കണ്ടിന്യൂസ് പീരിയഡ് എക്സീഡിങ് 6 months. 6 മാസത്തിൽ കൂടുതൽ ഇയാൾ അവധിയെടുത്ത് പോകാൻ പാടില്ല. അങ്ങനെ അപ്പോൾ 6 മാസത്തേക്ക് അവധി കൊടുക്കാം എന്ന് അതിന് ആ ഒരു ക്ലോസ് ഉപയോഗിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കത്തായി സർക്കുലറായി എഴുതി കൊടുത്താൽ അത് ആ മേയർ എടുത്ത് കാണിക്കുകയാണ്. നോക്കൂ, ഞങ്ങൾക്ക് ഈ സർക്കാർ തന്നിട്ടുള്ളതാണ്.
അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്ന എല്ലാം സർക്കാരൊന്നും പൊളിഞ്ഞില്ലേ? അല്ല മനുവേ, ആ പാവം ശബരിനാഥ് ഇതെല്ലാം എന്തൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് പൊക്കിക്കൊണ്ടുവന്നത്. മനുവേ അതിനകത്ത് മനു ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഗ്ലോബൽ യുഗമാണ്, ഇത് ഇന്റർനെറ്റ് യുഗമാണ്. ഇത് ഏതൊരു കൊച്ചുകുട്ടിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പറ്റും. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയമാവലിയാ. മനു തന്നെ ഇവിടെ പറഞ്ഞ കണക്ക് 1994-91 സെഷൻ അനുസരിച്ച് ഇനി ആരോ ആയിക്കോട്ടെ, ഏവരോ ആയിക്കോട്ടെ, അവിടെ BJP അല്ലെങ്കിൽ CPM കോൺഗ്രസ് എന്നുള്ളത് ഇവിടെ, ഇതാരാണോ അവിടെ ആ മേയർ കൗൺസിൽ യോഗത്തിൽ ഇരിക്കുന്നത്, ആർക്കാണോ ഭൂരിപക്ഷം ഉള്ളത് അവർക്കത് പാസ്സാക്കാം. അപ്പൊ ഞാൻ ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ കത്തെഴുതി കൊടുത്തത് ഞാൻ അറിഞ്ഞില്ലെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു, അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നു, അത് ആരാന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നു. അപ്പൊ അത് അന്വേഷിക്കണമെന്ന് പറയേണ്ട കാര്യമുണ്ട്. ഇതൊരു ഉദ്യോഗസ്ഥരുടെ നടപടിക്രമമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ട്? അല്ല, ഇങ്ങനെ കത്തെഴുതി കൊടുക്കുമ്പോൾ അവരെന്തോ ആദ്യം പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇത് എന്താണ് പോലീസ് സെക്യൂരിറ്റിയോടുകൂടി വീണ്ടും കോടതി വന്ന് അവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ഇത് അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മീൻസ് രമേശ് ചെന്നിത്തല അറിയണമെന്നില്ല. താങ്കൾ മനസ്സിലാക്കേണ്ടുള്ളത്, ഒരു കൊടും കുറ്റവാളി, ഒരു ക്രിമിനലിന്റെ കാര്യം തിരക്കി നടക്കേണ്ടുള്ള ആളല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അയാൾ മൂത്രമൊഴിക്കാൻ പോകുന്നോ, അയാൾ പുറത്തോട്ട് പോകുന്നോ, ജാമ്യത്തിന്, അതൊന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഡയറക്റ്റ് അറിയുന്നതല്ല. അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ആ ആപ്ലിക്കേഷനിൽ പറഞ്ഞ എന്തുവാ, നിങ്ങൾക്ക് ഇത് കണക്ക് സെക്യൂരിറ്റി തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് 6 മാസം വരെ അവധി കിട്ടാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് സാധാരണ പറയും. ബിനോയ് പറയുന്നത് ഇത് സർക്കാരിന് ഇതിലൊരു തെറ്റല്ല, ഇതൊരു ഉദ്യോഗസ്ഥർ ആ നിലപാട് അങ്ങ് പറഞ്ഞു കൊടുത്തു. അല്ല, ഉദ്യോഗസ്ഥരുടെ നിലപാടല്ല മനു. അല്ല, ഉദ്യോഗസ്ഥരെ ആ നിയമം അങ്ങ് പറഞ്ഞു കൊടുത്തു. അതിൽ മനുവേ, എന്റെ പൊന്നു മനുവേ, അത് ഞാനൊന്ന് പറയുന്നൊന്ന് കേക്ക്. ആ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവിടുള്ള ഒരു സാധാരണ യുക്തിയും ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ള ഒരു പൗരൻ അറിഞ്ഞൂടെ? അറിയുമെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഒരു സർക്കുലറായി അടിച്ച് കൈ കൊടുത്തത്? അതല്ലേ ഇപ്പൊ മേയർ അത് ഉയർത്തി കാണിക്കേണ്ട സാഹചര്യം വന്നത്? അല്ലല്ല, അതിന് സർക്കുലർ, ഞങ്ങൾ അപ്പൊ ഉണ്ടാക്കിയ സർക്കുലർ അല്ല ഇത്. 1994-ലെ 91 സെക്ഷനാണ്. അതെ, 94-ലെ നിയമമാണ്. അതിൽ 91 സെക്ഷൻ 91 ആണ്, 91K1 ആണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ആ 91-ലെ സെക്ഷനിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്ത് ഇപ്പോൾ അവരൊരു രാഷ്ട്രീയ ആയുധമായി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയല്ലേ? ഇപ്പം നിങ്ങൾ എന്ത് പറഞ്ഞ് സമരം ചെയ്യും? ഇയാളെ പുറത്താക്കുക, ഇത് നിയമവിരുദ്ധമാണ് എന്ന് ശബരിനാഥ് പറയുന്നു, ഇതാണ് നിയമം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായില്ലേ? ഇപ്പൊ ബിനോയ് വിശ്വം പറയാണ് ഇത് സത്യം, നിങ്ങൾ വിശദീകരിക്കണം. ഈ നിയമം ഞങ്ങളുടെ ഗവൺമെന്റ് കേറിയത് അമെന്റ്മെന്റ് ചെയ്തതാണെങ്കിൽ ഈ പറയുന്നതിന് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ഗവൺമെന്റ് കേറിയിട്ട് ഈ നിയമം അമെന്റ്മെന്റ് ചെയ്തതെങ്കിൽ ഓക്കെ, ഈ 2 മാസം കൊണ്ട്. അതല്ല, ഈ സുഗതന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ നിയമം ഉണ്ടാക്കിയതെങ്കിൽ ഓക്കെ. ഇത് ആഭ്യന്തര വകുപ്പിന് അദ്ദേഹത്തിന് സെക്യൂരിറ്റിയോടുകൂടി പോലീസ് ബന്ധിയോടുകൂടി അദ്ദേഹത്തിന് വന്ന് കൗൺസിലിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് കൊടുത്ത മറുപടി, ജയിൽ വാർഡൻ കൊടുത്ത മറുപടി, താങ്കൾക്ക് ഇത് പറ്റത്തില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പോകാം. നമ്മളിപ്പോ റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് തൽക്കാൽ വഴി നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ട്, പക്ഷെ അത് തൽക്കാൽ വഴി പോയാൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടും അല്ലെങ്കിൽ നാളെ കിട്ടും, നിങ്ങൾ അപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ 11 മണിക്ക് ക്യൂവിൽ വന്ന് നിന്നാൽ നിങ്ങൾക്ക് ട്രെയിൻ കിട്ടും. അതായത് അപ്പം റെയിൽവേ പറയുന്ന നിയമമല്ല, അത് റെയിൽവേ ആക്ടും റെയിൽവേ വർഷങ്ങൾ കൊണ്ട് തുടരുന്ന നിയമവുമാണ്. അതുകൊണ്ട് ഞാൻ അതാ ചോദിക്കുന്നത്, അപ്പൊ ഇത് നിയമവിരുദ്ധ പരിപാടിയാണെങ്കിൽ ഈ നമ്മുടെ ശബരിനാഥൻ പറയുന്നത് തെറ്റല്ലേ? എന്താ തെറ്റ്? അദ്ദേഹം പറയുന്നത് നിയമവിരുദ്ധമായിട്ട് സുഗതന് അവധി അപേക്ഷിച്ചു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. ശബരിനാഥ് അങ്ങനെ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവിടുത്തെ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ, അല്ല, അവിടെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇതിനകത്ത് വേറെ ഒരു ഇതുണ്ട്, കൗൺസിലിൽ ഇത് പാസ്സാക്കണം. ചിലപ്പോ കൗൺസിലിൽ ഇത് എങ്ങനെ പാസ്സായി എന്നുള്ള, കൗൺസിലില് മേയർ പാസ്സായി, 51 പേർ പിന്തുണച്ചു, മേയർ കാസ്റ്റിംഗ് വോട്ട് ചെയ്തു. നിങ്ങളുടെ തന്നെ ഒരു വിമതൻ, അതായത് നിങ്ങളുടെ അയാൾ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്, കോൺഗ്രസ്സുകാരനായിരുന്നു, സ്വതന്ത്രനായി മത്സരിച്ചു. സുധീഷ് ഈ പൗണ്ട് കടവിലെ കൗൺസിലറാണ്, അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്, അദ്ദേഹവും BJPക്കൊപ്പം ചേർന്നു, അപ്പൊ അവർ ജയിച്ചു. അല്ല ചിലപ്പോ അതാണ് കാസ്റ്റിംഗ് വോട്ടും അവിടെ മൊത്തം വോട്ടും നിയമപരമായിട്ട് നമ്മൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ആ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവിടെ കാസ്റ്റിംഗ് വോട്ട് നടന്ന് അവിടെ പാസ്സായി. അതിന് നിങ്ങൾ മാധ്യമങ്ങൾ കോൺഗ്രസ് കൂട്ടുനിന്നു, രമേശ് ചെന്നിത്തല അറിഞ്ഞുകൊണ്ട് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മാധ്യമങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ കത്ത് പൊക്കി കാണിച്ച മേയറാണ് പറഞ്ഞത്.
അല്ല മേയറാണ് ഇതാ നോക്കൂ ഈ കത്ത് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് പോയി കാണിച്ചത്. അല്ല, താങ്കൾ ഇത് തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനകത്ത് എന്തുവാണ് താങ്കൾ ടൈറ്റിലിൽ പറഞ്ഞത്? രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ പങ്കുണ്ടോ? അദ്ദേഹം ഇതിനകത്ത് അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇതെന്തുവാണ് അവിടെ നടന്നത്? ആഭ്യന്തര വകുപ്പിന്റെ പങ്കാണ് ഞാൻ ചോദിക്കുന്നത്. റിപ്പോർട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, പല മാധ്യമങ്ങളും പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളിയെന്ന്. ഞാനൊരു കാര്യം പറയാം മനു, പല മാധ്യമങ്ങളല്ല പറയുന്നത്. CPIയുടെ നേതാവ് ബിനോയ് വിശ്വമാണ് പറയുന്നത് ഇത് കോൺഗ്രസ് CPM ഡീലാണെന്ന്. അത് ഞങ്ങൾ പറയുന്നു, ഇങ്ങനെ ബിനോയ് വിശ്വം പറയുന്നു എന്നാ പറയാം. മാധ്യമങ്ങൾ ഇത് ഡീലാണെന്നല്ല പറയും. അല്ല, ബിനോയ് വിശ്വത്തിന് നേരം വെളുത്തില്ല. അദ്ദേഹം ആദ്യം പോയി പിണറായി വിജയനെ കണ്ടിട്ട് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന് നേരം വെളുത്തില്ല. ഒരുപാട് പ്രഗത്ഭന്മാർ ഇരുന്ന സീറ്റിലാണ് ഇപ്പൊ അദ്ദേഹത്തിന് നേരം വെളുത്തിട്ടില്ല ബിനോയ് വിശ്വത്തിന്. ശരി, പോട്ടെ. ഏതായാലും സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങ് പറയാൻ ഉദ്ദേശിച്ചത്. ബിനോയ് വിശ്വം ചെയ്യേണ്ടുള്ളത് പിണറായി വിജയനെ കണ്ടുകൊണ്ട് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം വാങ്ങിയെടുത്തിട്ട് ഞങ്ങളെ കോൺഗ്രസിനെ കുറിച്ച് പറയും. ഞങ്ങൾ ഇന്ത്യയിലെ BJPയെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നേരിടുന്നത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അല്ല, ഞങ്ങളല്ല ഡീല്, CPI ആ ഡീല്, ബിനോയ് വിശ്വ ആ ഡീല്. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ BJPയിൽ നിന്ന് ഭരണത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ ഇടതു വലതുകൾ എന്തിനാണ് രണ്ടായി മത്സരിച്ചെന്ന് എന്നോട് സുനിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹൂ ഈസ് വിത്ത് യു അലോങ് ഹൂ ഈസ് ദി അതർ വൺ വിത്ത് യു എന്ന് ചോദിക്കുന്നുണ്ട്. അത് അലോങ് വിത്ത് മീ അതെല്ലാവർക്കും അറിയാലോ, എൻ്റെ ഒപ്പം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ആരാണ്. അപ്പോൾ കറക്റ്റ്. അപ്പോൾ എന്നോടൊപ്പം വേറെയും ചിലരൊക്കെ ചേർന്നുണ്ട്. അഭിലാഷ് വേറൊരു അഭിലാഷ് ഉണ്ടായിരുന്നു. ആ അഭിലാഷിനെ കാണാനില്ല ഇപ്പോൾ. അഭിലാഷ് അന്ന് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ത്രിവർണ്ണ പതാകയുടെ ഒക്കെ ചിത്രമൊക്കെ വെച്ചാണ് അഭിലാഷിൻ്റെ ഇത്. അഭിലാഷിനെ കാണാനില്ല. പക്ഷേ വേറെ ഒരു അഭിലാഷ് NS ഇപ്പോൾ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അഭിലാഷ് NSന് നന്നായി സന്തോഷം. അപ്പോൾ ഡൊണാൾഡ് ഡക്കൻ 51 വോട്ട്സ് ഇൻ ഫേവർ, 50 BJP കൗൺസിലേഴ്സ്, 1 ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതാണ് മേയറുടെ കാസ്റ്റിംഗ് വോട്ട്സ്. അഭിലാഷ് നമ്മുടെ മുരളീധരൻ നായർ MN വന്നിട്ടുണ്ട്. അപ്പോൾ മുരളീധരൻ നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്ക് കാണുമ്പോൾ വലിയ സന്തോഷമുള്ള ആളാണ്. അജിത് കുമാർ മാറോളിയുണ്ട്. പരോൾ കൊടുക്കാൻ വകുപ്പില്ല, പകരം ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് നിയമോപദേശം നൽകുന്നു. എന്തായാലും ഇന്ന് അജിത് കുമാർ മാറോളി പരിഹസിക്കുന്നു. രാമചന്ദ്രൻ പാറശാലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാമചന്ദ്രൻ, അവിടെയൊക്കെ മഴയുണ്ടോ? ശ്രീ രാമചന്ദ്രൻ, മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു, ഇപ്പൊ മഴയില്ല. നമ്മളൊക്കെ ഇവിടെ വളരെയധികം സുഖം അനുഭവിക്കുന്നതാണ്. മറ്റുള്ള ജില്ലക്കാരൊക്കെ വളരെ കഷ്ടമാണ്. ഇവിടെ വലിയ പ്രശ്നമില്ല. അതെ, നമ്മളൊന്നും അറിയാം. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത, തിരുവനന്തപുരത്തിന്റെ ഗുണമേന്മ നമ്മൾ ആരും അറിയുന്നില്ല. തിരുവനന്തപുരം വിട്ടാൽ മാത്രമേ പത്തനംതിട്ട, വയനാട് ഇവിടെയൊക്കെ പോയാൽ മാത്രമേ ബുദ്ധിമുട്ടും പ്രയാസം അറിയാൻ പറ്റൂ. പത്തനംതിട്ട മിക്ക ദിവസവും മഴയാണ് സാർ. അവിടെ പ്രത്യേക ഇതൊന്നുമില്ല, എന്നും മഴ തന്നെയാണ് വൈകുന്നേരം. തിരുവനന്തപുരംകാർ കുറെ കൂടി സുഖലോലിപരായിട്ട് അങ്ങനെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, സന്തോഷത്തോടു കൂടി. അതെ അതെ, അഹങ്കാരവും കൂടുതലാണ് സാർ, അഹങ്കാരവും കൂടുതലാണ് തിരുവനന്തപുരംകാർക്കോ? അതെ 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 അതെ, അഹങ്കാരികളാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നല്ല മനുഷ്യരല്ലേ തിരുവനന്തപുരത്തുള്ളത്? നല്ല മനുഷ്യരാണ്, വിവരമുള്ളവരാണ്, ജനങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയാവുന്നവരാണ്. സാധാരണ നമ്മുടെ കണ്ണൂർ, കാസർഗോഡുള്ള മനുഷ്യരെ നമ്മൾ വളരെ നല്ല സ്നേഹം ഭയങ്കര കൂടുതലുള്ളതെന്ന് പറയും. തിരുവനന്തപുരം നല്ല ആളുകളാണ്. അതെ അതെ, കളങ്കതയില്ലാത്ത ആള്. പക്ഷെ അഹങ്കാരം കുറെ കൂടുതലാണ്. ആരെയും എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? എന്താണ് ഒരു പ്രശ്നം സാർ? അതിന് കാരണം തലസ്ഥാനമായത് കൊണ്ടാണ് എന്റെ അഭിപ്രായത്തിൽ. തലസ്ഥാനം മുഖ്യമന്ത്രി അറിയാം, എല്ലാവരും അടുത്തുണ്ട്, എല്ലാ ഓഫീസും അടുത്താണ്. അപ്പൊ എല്ലാ ഓഫീസിലെയും തലവന്മാരോടെ ഉണ്ട് അല്ലേ? DGPയുടെ ഓഫീസ് നമുക്ക് എന്തുണ്ടെങ്കിലും അവിടെ പഴുതക്കാട്ടിൽ പോകുന്ന താമസമേ ഉള്ളൂ. അപ്പൊ അവിടെയുള്ള ആരെങ്കിലും ഒക്കെ അറിയാം. അപ്പൊ എന്തുകൊണ്ട് ഞാൻ അത്ര നിസാരനല്ല എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കുള്ളിലുണ്ട്. അതാണ് സത്യം. ഇപ്പൊ MLA-മാരെയൊക്കെ പരസ്പരം എല്ലാവർക്കും അറിയാം. അതുപോലെ മറ്റുള്ള ജില്ലകളിലാണെങ്കിൽ നമ്മളൊരു ആവശ്യമാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ രാജാക്കളുടെ പോലീസാണ്, SI ആണ്. ഇവിടെ DGP അറിയുന്നവരുണ്ട് ധാരാളം അല്ലേ? അതെ, ഇവിടെ എന്തെങ്കിലും നേരെ നമ്മൾ അവിടെ ചെന്ന് പറയാറ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കമ്മീഷൻ ഓഫീസിൽ പോകുന്നു, SP ഓഫീസിൽ പോകുന്നു. ശരി. അപ്പൊ ശ്രീ രാമചന്ദ്രൻ, ഇതിപ്പോ ശ്രീ രാമചന്ദ്രന് ഇതിൽ ആരുടെ പക്ഷത്താണ് ശ്രീ രാമചന്ദ്രൻ? ഇത് ഉയർത്തി കാണിച്ച മേയറാണോ? ഇത് എഴുതി കൊടുത്ത ആഭ്യന്തര വകുപ്പാണോ? അതോ ഇത് ഡീൽ എന്ന് ആരോപിക്കുന്ന ഇടതുപക്ഷത്തിനൊപ്പം? സാർ, എനിക്കൊരു 5 മിനിറ്റ് സമയം തരിക. 5 മിനിറ്റ് തരില്ല, 2-3 മിനിറ്റ്.
സാർ ഇത് ഒന്നാമത് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ഭരണതന്ത്രം ഭരിക്കാൻ നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന തന്ത്രമുണ്ട്. ഭരണതന്ത്രമാണ് ഇപ്പൊ നടക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ മേയർ കാണിച്ചത് നമ്മുടെ ഉണ്ടയില്ല വഴി എന്ന് പറഞ്ഞ പോലെ ഒരു പേപ്പർ പൊക്കി പിടിച്ച് എല്ലാവരെയും അദ്ദേഹം പറ്റിച്ചു. അത് കോർപ്പറേഷന്റെ ഒരു ഭരണതന്ത്രമാണ്. നിങ്ങൾ എഴുതി കൊടുത്ത കത്തല്ലേ അത് അങ്ങനെ സംഭവിക്കുള്ളൂ. അത് ഇന്നലെ സാർ ഇതിനു മുമ്പുള്ള ആ ആംബിയർ നമ്മുടെ ശബരിനാഥ് സാർ കൗൺസിലിൽ ഉണ്ടായിരുന്നു. ഇന്നലെ സാർ ശ്രദ്ധിച്ചോ? ഇല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരും എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അച്ഛൻ പത്തായത്തിനകത്തില്ല എന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കുള്ളൂ. അത് ഇതിനപ്പുറത്ത് സാർ ഇത് എന്തിനാണ് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് സുഗതന് ജാമ്യം കിട്ടണം. പിന്നെ എനിക്ക് പറയാനുള്ളത് സാർ, ഈ കോർപ്പറേഷൻ തന്നെ ഇപ്പോഴത്തെ BJP-ക്കാർ തന്നെ ഭരിക്കും ഈ 5 വർഷം. അപ്പൊ അത് ഒന്ന്. രണ്ടാമതൊരു സുഗതന് ജാമ്യം കിട്ടുന്നത് വരെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ കൊണ്ടുപോകും. ഓരോരോ പേപ്പറുകൾ പൊക്കിപ്പിടിക്കും. അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. അതിങ്ങനെ കോടതി ജാമ്യം അനുഭവിക്കുന്നത് ഇങ്ങനെ പോകും സാർ. ഇവർക്ക് പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. 5 വർഷം പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തിനെ ഭരിപ്പിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. വ്യക്തമാണ്. അപ്പൊ എന്നോട് കൃത്യമാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണം. അതിന് മുമ്പ് അഭിലാഷ് എന്നോട് പറയുന്നത് VV രാജേഷ് കിടിലിനാണെന്ന് പറയുന്നത്, ഗംഭീരം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എനിക്ക് ഇടുന്നുണ്ട്. തിരുവനന്തപുരം BJP ഭരിക്കട്ടെ, ആർക്കാണ് എന്താ വിഷമം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ അഭിലാഷ് BJP-കാരനാണ്. നമ്മുടെ നേരത്തെയുള്ള അഭിലാഷ് BJP-കാരനായിരുന്നില്ലെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക ഓക്കെ. അപ്പോൾ ന്യൂസ് 18 പൊതുവേദി നമ്മുടെ തുടരുകയാണ്. അപ്പോൾ എന്നോട് ഒരു പ്രേക്ഷകൻ പറയുന്നത് തിരുവനന്തപുരത്തൊക്കെയുള്ള വളരെ നല്ല ആളുകളാണ് അവിടെ, പക്ഷേ ഈ ചില ആളുകൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, അവരാണ് അവിടെ പ്രശ്നക്കാർ എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. തിരുവനന്തപുരത്തുള്ളവർ വളരെ നല്ലവരാണ്, ഷിജുവ പറയുന്നത് കേട്ടോ. ഇൻഫിൽട്രൻസ് ഇൻ തിരുവനന്തപുരം ആർ ഹാംഫുൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടോ? എനിക്ക് തോന്നുന്നത് എല്ലാ നാട്ടിലെ ആളുകൾ ഇവിടെ വന്ന് നല്ല ഇതായിട്ട് പോകല്ലേ. അപ്പോൾ ഇതിൽ രസകരമായൊരു കാര്യം, എൻ്റെ മോൻ അവിടെ ഇരുന്ന് പൊതുവേദി കാണുക കേട്ടോ. എന്നിട്ട് എനിക്ക് നല്ല എനർജി ഉണ്ടെന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നു. അപ്പോൾ അവൻ എനിക്ക് അവിടെ ഇരുന്ന് മാർക്ക് ഇടുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് പൊതുവേദി കാണുകയാണെന്നാണ് പറയുന്നത്. രസം. അപ്പോൾ തങ്കച്ചൻ എന്നോടൊപ്പം കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ തങ്കച്ചൻ, നമസ്കാരം. നമസ്കാരം. ഈ സർക്കാരിന്റെ നടപടി BJP-യും കോൺഗ്രസും തമ്മിലെ ഡീലല്ല. ഇപ്പം ജനങ്ങളെ വൃത്തിയാക്കുന്ന രീതിയില് ആഭ്യന്തര വകുപ്പും BJP-യും തമ്മിൽ ഡീലാണെന്നൊരു അഭിപ്രായത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ പക്ഷേ രമേശ് ചെന്നിത്തല ഇത് അറിയാതെ പുള്ളിക്ക് അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. ഒരിക്കലും ഉണ്ടാകും സാറേ. ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇങ്ങനൊരു നീക്കങ്ങൾ എങ്ങനെയാ സാറേ ഉണ്ടാകുന്നത്? നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം ഒരു ഭരണത്തിൽ പക്ഷേ അതേ അന്വേഷണത്തിനൊക്കെ ഉത്തരവിടുമ്പോൾ നമുക്ക് തോന്നിപ്പോവില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ, അദ്ദേഹത്തിന്റെ അറിവില്ലാത്തയാണെന്നൊക്കെ പറയും അല്ലേ? അല്ലല്ല, അന്വേഷണത്തിലുണ്ട് സാറേ. അന്വേഷണം ഇവരുടെ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. കാരണം അന്വേഷണം ആർക്ക് വേണമെങ്കിലും തിരിച്ചു മറിച്ചും വെക്കത്തില്ലേ, ഉദ്യോഗസ്ഥർക്ക് തിരിച്ചു മറിച്ചും പറ്റില്ല. അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡീൽ ഉണ്ടെന്നാണ് ശ്രീ തങ്കച്ചൻ പറയുന്നത്. എന്തോ ഡീലുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്? അതായത് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഡീല് തമ്മിലുള്ളൊരു ഡീലാണ്, അല്ലാതെ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഡീലില്ല. അത് ശരി. അതെന്താ അങ്ങനെ തങ്കച്ചൻ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഡീലുണ്ടെന്ന് തോന്നുന്നത് എന്താ കാരണം? അല്ല, ഞാൻ ആരാധിക്കുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. പക്ഷെ അതല്ല, ഇപ്പൊ കണ്ട ഭാഗങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് മുഖ്യമന്ത്രി പോലും അറിയാതെ ഇങ്ങനെ ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പ് വന്നിരിക്കുന്നത്? അങ്ങനെ വരാൻ പറ്റുമോ? ഇത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി അറിയിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനം വരാൻ പറ്റുള്ളൂ. ആഭ്യന്തര വകുപ്പ് സ്വന്തമായിട്ട് തീരുമാനം പോലെയല്ലേ ഇപ്പം വന്നിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തങ്കച്ചൻ, അവിടെ കോട്ടയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? മഴയും കുഴപ്പമൊന്നും ഇല്ലല്ലോ? മഴയോ? ഞങ്ങളെ പാലാപ്പട്ടണം മുങ്ങിക്കിടക്കുവോ സാറേ? പാലാപ്പട്ടണം മുങ്ങിക്കിടക്കുവോ? ആണോ?
കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് നമ്മുടെ ഒരു പ്രേക്ഷകനുണ്ടായിരുന്നു, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്. ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് വിളിക്കുന്നില്ല. ബസ്സോട്ടൊന്നുമില്ല, ഇപ്പൊ ബസ്സോട്ടൊന്നുമില്ല, ബസ്സൊക്കെ നിശ്ചലമായിട്ട് ഇരിക്കുകയാണ്. പാലാകുന്ന റൂട്ടിൽ ബസ്സൊന്നും ഇല്ല, ഇപ്പം ഓടാൻ പറ്റത്തില്ല. ബസ്സൊന്നും ഓടുന്നില്ല, വെള്ളം കയറി ഓടുന്നില്ല. 1-2 ബസ് കുറെ ഭാഗം പോയി തിരിച്ചു വരിക, അല്ലാതെ ബസ്സൊന്നും ഓടുന്നില്ല, ജനങ്ങളൊന്നും പുറത്തോട്ട് ഇറങ്ങുന്നില്ല. അതുപോലെ മഴയപ്പോ. അതെയോ? അപ്പോൾ അതെന്താ ഈ മണിമലയാറൊക്കെ അങ്ങ് കവിഞ്ഞ് പൊന്തിയോ? അയ്യോ, മണിമലയാറ്, മീനച്ചിലാറ്, ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്കല്ലേ ഞങ്ങൾ താമസിക്കുന്നത്. ഇടയ്ക്ക് അപ്പുറം ഇപ്പുറം എല്ലാം ചുറ്റുവട്ടം ഒരു ശ്രീലങ്ക പോലെ ഇപ്പൊ കിടക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ പോകത്തില്ല തിരിയില്ല. അപ്പോൾ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടു. ഇനി വല്ല എയർ ആംബുലൻസ് ഒക്കെ വേണ്ടി വരുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ? തടസ്സപ്പെട്ടു, ഒന്നും മേലാത്ത രീതിയിലപ്പോ. പെട്ടെന്ന് വെള്ളം താഴട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ മീനച്ചിലാറും മണിമലയാറും ഒക്കെ പൊങ്ങിയെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം താഴുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അഭിലാഷ് പറയുന്നത് തിരുവനന്തപുരം ഇനി അങ്ങോട്ട് BJP ഭരിക്കുമെന്നാണ് അഭിലാഷ് പറയുന്നത്. അപ്പം ഋഷഭിന് ചുവന്ന പൂക്കൾ എന്നൊക്കെ പറഞ്ഞ് ഷിജു കുറേ ചുവന്ന പൂക്കൾ എൻ്റെ മോൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അവനിത് കണ്ടുകൊണ്ടിരിക്കുക യൂട്യൂബിൽ. അതുകൊണ്ട് ഓക്കെ. ആനന്ദ് എന്നോട് പറയുന്നു, ആനന്ദ് ഉണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ ആനന്ദ്. സുഖമായിരിക്കുന്നു ആനന്ദ്. പിന്നെ ആനന്ദിൻ്റെ അങ്ങോട്ടൊന്നും മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇവിടെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം മഴ ഉണ്ടായിരുന്നു, ശക്തമായ മഴയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കൗൺസിൽ യോഗത്തിൽ നടന്ന അടിപിടിയെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് BJPക്ക് ഒരു കത്ത് കിട്ടിയിരിക്കുകയാണ്. BJP മേയർക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ പാസ്സാക്കി എടുത്താൽ മതി. ഇത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് രമേശ് ചെന്നിത്തല അറിയാതെ വന്നു എന്നാണ് പറയുന്നത്. ആനന്ദ് അത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല സർ, കാര്യം രമേശിന് നമ്മുടെ ആഭ്യന്തരമന്ത്രി അറിയാതെ ഒരിക്കലും ഇങ്ങനൊരു കാര്യം വരുത്തില്ല. കാര്യം ഇതിന്റെ മെയിൻ കാരണം നമ്മള് ഇവിടെ ഇവര് പാർട്ടി ഓരോരുത്തരും കോൺഗ്രസ് അവരെ ലോഗോയിലെല്ലാം ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതുപോലെ LDF അത് CPM അവര് ഇതിൽ മത്സരിക്കുന്നു. അപ്പൊ ഇവര് വേറെയാണ് നമ്മൾ കരുതുന്നത്. ആ കാര്യം നമ്മളാണ് മണ്ടരാവുന്നത്. കാര്യം ഇവരെല്ലാം ഒന്നാണ്. ശരിക്കും ഇവിടെ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ്. കേന്ദ്രത്തിലാരണം, കേന്ദ്രത്തിൽ BJP ആണ്. ഇപ്പൊ അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. PMC തന്നെ കണ്ടില്ലേ, ആ വിദ്യാർത്ഥികൾ ഇപ്പൊ ഒരു സ്കൂളിൽ, ഞാൻ സത്യത്തിന് ഭാഷ മാറിപ്പോ സാർ ക്ഷമിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോ PMC തന്നെ വരുന്നു. ഇപ്പം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണമെന്ന് പറയുന്നു. പക്ഷെ അത് ഒരു സ്കൂളിലെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആൾക്കാരില്ലേ സാറ്? പറ്റില്ലേ? വ്യത്യസ്ത മതവും പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും തമ്മിൽ എന്ത് ബന്ധം? വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ഉണ്ട്. അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങനെ വെക്കുമ്പോ ഈ സ്വകാര്യ സ്കൂളുകൾ, വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾക്ക്, നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം, പ്രധാനമന്ത്രിയുടെ ബ്രാൻഡിങ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം പാടില്ലെന്ന് പറയും. പക്ഷെ പ്രധാനമന്ത്രി എല്ലാ മതക്കാർക്കും ഒരു പ്രധാനമന്ത്രിയല്ലേ ഉള്ളൂ? ആ ഒറ്റ പ്രധാനമന്ത്രിയാണ്. ഞാൻ അതിലേക്കാണ് സാർ വന്നത്. അപ്പൊ അത് അവിടെ ഇക്വലന്റ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഗവൺമെന്റ് സ്കൂളുകളുണ്ടല്ലോ, അതിൽ കൂടുതൽ PMC ഉൾപ്പെടുത്തി ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ഒരു ഫ്രണ്ട്. ശരി, അപ്പൊ നമുക്ക് അത് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം ആ വിഷയത്തിലേക്ക്. ഞാനിപ്പോ ഇത് തീരാറായത് കൊണ്ടാണ്. അപ്പൊ 2 പ്രേക്ഷകർ കൂടി ഈ വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഒന്ന് ബിനുകുമാർ ചടയമംഗലത്താണ്. ബിനുകുമാർ, പെട്ടെന്ന് പറഞ്ഞോളൂ, സമയം തീരാറായി. അതായത് സാറേ ഇതിലൊരു ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? കേൾക്കും. അതായത് ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ഇടതുപക്ഷത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. സത്യത്തിൽ ഈ കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ BJPക്ക് കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് നഷ്ടപ്പെടുത്തിയതിന് ശേഷം നഷ്ടപ്പെടുത്താൻ കാരണക്കാരനായ ഒരു കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി സതീശൻ ഡൽഹിയിലേക്ക് ചെന്ന് നമ്മുടെ PMC ഉൾപ്പെടെ വേണമെങ്കിൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചെടുക്കണമെങ്കിൽ ഇദ്ദേഹം ഇവിടെ ഇതേ രീതിയിൽ BJPക്ക് എതിരായിട്ട് കളിയും കളിച്ചിട്ട് നടക്കത്തില്ല. അതേസമയം പ്രതിപക്ഷത്തിരിക്കുന്ന CPM ഒരു നഷ്ടവുമില്ല. രണ്ടാം പാർട്ടി CPM ആണ്. ഇവരെ മറിച്ചിടുന്നതിൽ അവർക്ക് നഷ്ടവുമില്ല. നഷ്ടം മൊത്തം കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസിനുമാണ്. അതുകൊണ്ട് ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നു. അത് ശരി. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ പുറകിലൊക്കെ ഒരു ഗൂഢ നീക്കം ഉണ്ടെന്നാണ് സംശയം അല്ലേ? എനിക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രേക്ഷകൻ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഇതിനകത്തൊക്കെ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അത് കേന്ദ്രത്തിൽ പാർട്ടിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റൂ, അല്ലാതെ നമുക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. തൊട്ടേനും പിടിച്ചതിനും എല്ലാം സതീഷ് ഇങ്ങനെ പോകാൻ സാധ്യതയില്ല. പ്രധാനമന്ത്രിയായിട്ട് നല്ല രീതിയിൽ 5 വർഷം പോകാനാണ് സാധ്യത. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ VC തോമസ് എന്നോടൊപ്പം ചേർന്നിരുന്നു നേരത്തെ. BJPയുടെ വോട്ട് കൂടി മേടിച്ചിട്ടാണ് ചെന്നിത്തല എല്ലാ പ്രാവശ്യവും ജയിക്കുന്നത്. അത് കോട്ടയത്ത് പാർലമെൻറ്റിലേക്ക് നിന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു എന്ന് എന്നോട് VC തോമസ് പറയുന്നു. അത് ശരി. അപ്പോൾ എന്നോട് സന്തോഷ്, നമ്മുടെ പരിപ്പായി, എന്നോട് പറയുന്നു
മനു ശ്രീകണ്ഠാപുരത്ത് നിന്ന്, ഞാൻ പിന്നെ ശ്രീകണ്ഠാപുരത്ത് ആ വഴിയൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനടുത്താണ് സന്തോഷിൻ്റെ വീട്, പരിപ്പായിലാണ്. അപ്പോൾ അതിനടുത്തുള്ള സ്ഥലമാണ് എന്നൊക്കെ എന്നോട് പറയുന്നത്. അപ്പോൾ അവിടെ മഴയാണെന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. മഴ ആണെങ്കിലും ഇപ്പോൾ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്നുണ്ടെന്നാണ് അവിടെ നിന്നുള്ള ചില പ്രേക്ഷകർ എന്നോട് പറയുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൽ മഴ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാകുന്നൊരു സംഭവം, കഴിഞ്ഞ വർഷം ഇതുപോലെ മഴ പെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ പൊതുവേദിയിലെ ഒരു പ്രേക്ഷകനായ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തുംകോടിൻ്റെ വീട്ടിലേക്ക് ഒരു വലിയ മരം വന്ന് വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ആ വീട് വീണ്ടും അദ്ദേഹം പുതിയ വീടൊക്കെ വെച്ചപ്പോൾ ആ സ്ഥലത്തൊന്ന് പോയി ആ വീട് കാണാൻ പോയി. അപ്പോൾ ആ മരം വീണതിൻ്റെ ആ ഇതൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ആഘാതം, നമ്മളിങ്ങനെ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓട് വീടായിരുന്നു, അതിലേക്കാണ് വലിയ മരം വന്ന് വീഴുമ്പോൾ ആ വീട് മുഴുവൻ തകർന്നു പോകുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ ആ ഒരു ഭീതിതമായ ഒരു സമയം ഞാൻ ഓർത്തുപോവുകയാണ്. അത് എങ്ങനെയാണ് അവരത് അതിജീവിച്ചത്. പിന്നീട് ഇപ്പോൾ നല്ലൊരു വീടൊക്കെ വെച്ചു, ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പൊതുവേദിയിലേക്ക് വിളിക്കുന്നില്ല എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നത് അധികം വൈകാതെ അദ്ദേഹം പൊതുവേദിക്കൊപ്പം ചേരുമെന്നാണ്. അപ്പോൾ യൂട്യൂബിലും ഞാൻ പ്രേക്ഷകരോടൊപ്പം ഈ കാര്യം, അത് നമ്മുടെ കോർപ്പറേഷനിലെ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഞാൻ ചോദിച്ചത്, ഈ കോർപ്പറേഷനിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ സുഗതന് അവധി കൊടുക്കാൻ സർക്കാർ വഴിവിട്ട സഹായം വല്ലതും നൽകിയോ എന്നാണ്. അപ്പോൾ അത് സുഗതൻ്റെ അവധിക്ക് അല്ലെങ്കിൽ അത് പാസ്സാക്കി എടുക്കുന്നതിന് ഒരു വഴിവിട്ട സഹായം തന്നെയാണ് സർക്കാർ നൽകിയതെന്നാണ് 58% ആളുകളും പറയുന്നത്. പക്ഷേ 42% ആളുകൾ ഇതിൽ പ്രത്യേകിച്ച് വഴിവിടലൊന്നുമില്ല, ഇതൊരു നിയമപരമായ നടപടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഏതായാലും ഈ വിവാദത്തിൽ നിയമപരമായ വാദങ്ങൾ ഒരു വശത്തുണ്ട്, രാഷ്ട്രീയ ആരോപണങ്ങൾ മറുവശത്തുണ്ട്. പക്ഷേ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു നടപടി വന്നത്? അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അതിൽ പ്രതികരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അനാവശ്യമായ വിവാദങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ അതോടുകൂടി അവസാനിക്കും. സത്യം പുറത്തു വരിക എന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.